ഞാൻ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദിനെയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെയും വളരെ ശക്തമായി കുറ്റം പറയുന്ന വിരോധികളോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആ ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെയെങ്കിലും നിങ്ങൾക്ക് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിനെ പറ്റി ഒരല്പസമയം ആലോചിച്ച് തെറി പറയാൻ ഉദ്ദേശിക്കുമ്പോൾ ആ തെറി പറയുന്നതിന്റെ മുമ്പ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വർഗം വാഗ്ദാനം ചെയ്യുകയും കണക്ക് വെച്ച് പരിശോധിച്ചാൽ 10,000 വീടുകൾ സ്വർഗത്തിൽ വാങ്ങാൻ അവകാശപ്പെട്ട ഒരാളെയാണ് എന്ന് ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് അതുപോലെ തന്നെ സ്വഹീഹായ മറ്റൊരു ഹദീസ് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്. അനാവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ. അനാഥയെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ വളരെ അടുത്ത് ഈ 2 വിരലുകൾ എത്രമാത്രം അടുത്താണോ അതുപോലെ സമീപത്തായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, 10,000 യതീമക്കളെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അവരെ വളർത്തിക്കൊണ്ടുവന്നു, അവർക്ക് ഉചിതമായ ജോലി നൽകി, അവരുടെ കുടുംബം പോറ്റാനുള്ള മാർഗം വരെ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ 10,000 യതീംകുട്ടികൾ, അവരിൽ തന്നെ നന്നേ ചെറിയ കുട്ടികൾ, 5 വയസ്സിനും താഴെയുള്ള കുട്ടികൾ, അവർക്ക് സഹായം അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു. പെൺകുട്ടികളായ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിക്കൊടുത്തു. ഇങ്ങനെ 10,000 യതീമക്കളെ വാർത്തുവിട്ട ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നിങ്ങൾ അനുമോദിക്കാൻ തയ്യാറാകേണ്ടതില്ല. നിങ്ങൾ അവരുടെ 50 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ തയ്യാറാകണമെന്നല്ല ഞാൻ പറയുന്നത്. എതിരാളികളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ. ആ നബി തങ്ങളുടെ വാചകത്തെ തന്നെയെങ്കിലും 1 മിനിറ്റ് നേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നിങ്ങൾക്ക് തെറി പറയാൻ സാധിക്കുമോ എന്ന് വിലയിരുത്തേണ്ടിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൻ ഫറജ അൻ അഖീഹി കുർബത്തൻ മിൻ കുറബി ദുനിയാ ഫറജല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബിൽ ആഖിറ എന്ന് പറയുന്ന മുത്തഫഖുൻ അലൈഹിയായ 3ാമത്തെ ഹദീസ് കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു പ്രയാസം, ആ പ്രയാസം അകറ്റാൻ വേണ്ടി അല്ലാഹുവിന്റെ വജ്ഹ് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ശ്രമിച്ചാൽ നാളെ പരലോകത്തെ ഏറ്റവും വലിയ കുർബത്ത് അവനെ തൊട്ട് തട്ടിമാറ്റുമെന്നും അവനെ സ്വർഗത്തിൽ അല്ലാഹു തആല എത്തിക്കുമെന്നും മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് എങ്കിൽ നിങ്ങളൊന്ന് മർക്കസിലേക്ക് വന്നു നോക്കൂ. പെൺകുട്ടികളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടായി എത്ര ആളുകളാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദിന്റെ അടുത്ത് വന്ന് സഹായം തേടുന്നതും ആ സഹായം വാങ്ങി തിരിച്ചു പോകുന്നതും. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം, ഉസ്താദേ, അവിടുത്തെ സഹായം കൊണ്ട് എന്റെ പെൺകുട്ടിയുടെ, എന്റെ മകളുടെ, എന്റെ പെങ്ങളുടെ ആ കണ്ണുനീര് തുടക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവര് അവിടെ വന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് നന്ദി പറയുന്നതും ഓരോ ദിവസവും നിങ്ങൾക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുടിവെള്ളം